ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും സ്റ്റുഡൻസ് ഗൈഡിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ ആദി നിരഞ്ജൻ. അപ്പോ നമ്മൾ ഇന്ന് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ് പഠിക്കാൻ പോകുന്നത്. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ് പഠിക്കാൻ പോകുന്നത്. സെൻട്രൽ ഡോഗ്മ ഇതിന് നമ്മളിപ്പോ സെൻട്രൽ ഡോഗ്മയില് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്. ഇതിന് മുമ്പത്തെ ലെക്ചറിൽ നമ്മൾ DNA റെപ്ലിക്കേഷൻ കവർ ചെയ്തായിരുന്നു. അപ്പൊ അത് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നതാണ്, അവിടെ പോയി നിങ്ങൾക്ക് കാണാം. അപ്പൊ നമുക്ക് ഇനി ഈ ലെക്ചറിലോട്ട് പോകാം. ഓക്കെ, ഫസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിലൂടെയാണ് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഹോർമോൺസ്, എൻസൈംസ് അതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ട്രാൻസ്ക്രിപ്ഷൻ. ആ ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സിലൂടെ DNA, അതായത് DNA-യിലുള്ള ജീൻസ്, DNA-യിലെ ഒരു ഫങ്ഷണൽ പാർട്ടാണ് ജീൻ. ആ ജീനിൽ തന്നെ ആ ജീനിന്റെ ആ ഒരു പോർഷനെ കോപ്പി ചെയ്ത് അത് നമ്മുടെ റൈബോസോമിൽ കൊണ്ടുപോയി പിന്നീട് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന വേറൊരു പ്രോസസ്സും കൂടെ നടന്ന് അമിനോ ആസിഡ്സ് തമ്മിൽ ലിങ്ക് ചെയ്ത് പെപ്റ്റൈഡ് ബോണ്ട് വെച്ച് ലിങ്ക് ചെയ്ത അങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രോട്ടീൻസ്, ഹോർമോൺസ്, എൻസൈംസ് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പൊ അതിൽ ഈ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും നടന്നതിന് ശേഷമാണ് ഒരു DNA-യുടെ ഫങ്ഷണൽ പാർട്ടായ ജീൻ, ആ ജീനിൽ നിന്നും ഒരു എൻസൈമോ പ്രോട്ടീനോ ഹോർമോണോ അങ്ങനെയൊക്കെ നമുക്ക് പ്രോഡക്ട്സ് കിട്ടുന്നത്. അപ്പം രണ്ട് പ്രോസസ്സ്, ട്രാൻസ്ക്രിപ്ഷൻ അത് കഴിഞ്ഞ് ട്രാൻസ്ലേഷൻ, ഇത് രണ്ടും കഴിഞ്ഞാൽ നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നത്. അപ്പൊ ഇതില് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ക്രിപ്ഷൻ, അത് കഴിഞ്ഞ് ട്രാൻസ്ലേഷൻ, രണ്ടാമത്തെ സ്റ്റെപ്പ് ട്രാൻസ്ലേഷൻ. അപ്പൊ ഈ ലെക്ചറിൽ നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റെപ്പിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അടുത്ത ലെക്ചറിൽ നമ്മൾ ട്രാൻസ്ലേഷനെ കുറിച്ച് പഠിക്കുന്നതാണ്. അപ്പം ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ഇതൊരു ജീനാണെന്ന് വിചാരിക്കുക. ഇതൊരു ജീനാണ്. ഇത് 5' 3' 3' 5'. ഇതൊരു ജീനാണെന്ന് വിചാരിക്കുക. DNA-യിലുള്ള ചെറിയൊരു പോർഷൻ, അതിനാണ് നമ്മൾ ജീൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ജീനിൽ തന്നെ ഇതിനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇത് കോംപ്ലിമെന്ററി നേച്ചർ ആണ്. അതായത് ഇവിടെ A എങ്കിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ T, ഇത് G ആണെങ്കിൽ ഇവിടെ C, ഇത് C എങ്കിൽ ഇത് G, ഇത് T എങ്കിൽ ഇത് A, അങ്ങനെയാണ് പോകുന്നത്. അപ്പോ നമുക്കിത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാമെന്ന് നോക്കുമ്പോ ഇപ്പൊ നമ്മള് ഈ സ്ട്രാൻഡിനെ നിങ്ങൾ മറന്നോളാം. ഈ സ്ട്രാൻഡ് 3' 5' എന്ന് പറയുന്ന ഈ ഒരു സ്ട്രാൻഡ് മാത്രമേ ഉള്ളൂ. അപ്പോ ഇപ്പൊ ഈ സ്ട്രാൻഡ് ആണ് ടെംപ്ലേറ്റ് അല്ലെങ്കിൽ ഒരു മദർ സ്ട്രാൻഡ് ആയിട്ട് നിന്ന് ഡോക്ടർ സ്ട്രാൻഡ്സിനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോ ഇതിപ്പോ ഇവിടെ 3' ആണെങ്കിൽ ഇത് 5' ആവും. ഇതിന് Tക്ക് കോംപ്ലിമെന്റ് ആയിട്ട് A, ഇതിന് കോംപ്ലിമെന്റ് G, ഇതിന് കോംപ്ലിമെന്റ് ആയിട്ട് വരുന്നത് C, ഇതിന് കോംപ്ലിമെന്റ് ആയിട്ട് വരുന്നത് T, ഇത് 3'. അപ്പൊ ഈ സ്ട്രാൻഡ് മദർ സ്ട്രാൻഡ് ആയിട്ട് നിന്ന് കോംപ്ലിമെന്റ് ആയിട്ട് ഒരു RNA ഉണ്ടാക്കുകയാണെങ്കിൽ, RNA ആണ്, DNA RNA ടൈമിംഗ് വരൂല, യുറാസിലേ വരുള്ളൂ. അപ്പോ നമ്മൾ ഇങ്ങനെ നോക്കാൻ നേരത്ത് RNA മോളിക്യൂൾ ഇങ്ങനെ വരും. ഇനി ഈ സ്ട്രാൻഡിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് വരുന്നതെങ്കിൽ 3', ഇതിന് എക്ക് പകരം എയുടെ കോംപ്ലിമെന്റ് U, ഇതിന് കോംപ്ലിമെന്റ് C, ഇവിടെ G, ഇവിടെ A, 5'. അപ്പൊ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ട്രാൻഡും വരും, ഇതില് ഈ സ്ട്രാൻഡും വരും. അപ്പോ നമ്മുടെ ജീനം ആദ്യം നമ്മൾ DNA അൺവൈൻഡഡ് ആയിട്ട് നമുക്ക് കോംപ്ലിമെന്റ് സ്ട്രാൻഡ് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അതായത് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന DNA എല്ലാവർക്കും അറിയാം, ഇങ്ങനെ കോയിലപ്പ് ചെയ്താണ് ഇരിക്കുന്നത്. അത് അൺവൈൻഡ് ചെയ്തിട്ട് ഈ ബോണ്ടൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഇതൊരു സ്ട്രാൻഡ് ഈ ഒരു സ്ട്രാൻഡുമായിട്ടാണ്
പിന്നീടാണ് ഈ പറഞ്ഞ കോംപ്ലിമെന്റ് കാര്യങ്ങൾ, കോംപ്ലിമെന്റ് ആയിട്ടുള്ള ബേസ് പെയറിംഗ് ഒക്കെ നടക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ സ്പ്ലിറ്റപ്പ് ആയതിനു ശേഷമേ ഇങ്ങനെ നടക്കത്തുള്ളൂ. അപ്പൊ ഈ സ്പ്ലിറ്റപ്പ് ആയിട്ട് ഈ കോംപ്ലിമെന്റ് ആയിട്ടുള്ള mRNA ഉണ്ടാക്കി കഴിയുമ്പോ ഇപ്പോ രണ്ട് സ്ട്രാൻഡ്സും ഒരേ സമയം ഈ രണ്ട് mRNA ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ രണ്ട് mRNAയും കൂടെ ജോയിൻ ആവും അല്ലേ? ഇതിന് കോംപ്ലിമെന്റ് എയുടെ കോംപ്ലിമെന്റ് ആയിട്ടാണ് യു ഇരിക്കുന്നത്, ജിയുടെ കോംപ്ലിമെന്റ് ആയിട്ടാണ് സി ഇരിക്കുന്നത്. ഈ ജി ഇവിടെ സി, ഇവിടെ ജി, ഇവിടെ യു, അവിടെ എ. അപ്പൊ ഇത് രണ്ടുപേരും ഈ രണ്ട് സ്ട്രാൻഡ്സ് ഒരുമിച്ച് എക്സ്പ്രസ് ആയി കഴിഞ്ഞാൽ ഈ mRNAയും ഈ mRNAയും കൂടെ ജോയിൻ ചെയ്ത് പുതിയ ഒരു DNA ആയിട്ട് മാറും. അല്ല, പുതിയ ഒരു ഡബിൾ സ്ട്രാൻഡ് RNA അല്ലെങ്കിൽ DNA ആയിട്ട് മാറും. അത് നമ്മൾ മറ്റേ DNA റെപ്ലിക്കേഷനിൽ പഠിച്ചതുപോലത്തെ ഒരു സംഭവം ഇവിടെ നടക്കും. രണ്ടുപേരും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ. അപ്പോ ഇങ്ങനെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ ചേർന്ന് ഒരു പ്രോട്ടീൻ ഉണ്ടാക്കും. ആ പ്രോട്ടീൻ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതുണ്ടാക്കി റൈബോസോമിലോട്ട് പോകുമ്പോൾ റൈബോസോമിന് തന്നെ കൺഫ്യൂഷൻ ആവും. ഈ സ്ട്രാൻഡിനെ എക്സ്പ്രസ് ചെയ്യണോ, അത് ഈ സ്ട്രാൻഡ് വെച്ച് പ്രോട്ടീൻ ഉണ്ടാക്കുമോ, അത് ഈ സ്ട്രാൻഡ് വെച്ച് പ്രോട്ടീൻ ഉണ്ട്, ഈ രണ്ട് സ്ട്രാൻഡിൽ ഏത് സ്ട്രാൻഡ് വെച്ച് പ്രോട്ടീൻ ഉണ്ടാക്കും എന്ന് കൺഫ്യൂഷൻ ആവും. കാരണം ഇതിന്റെ ഈ ഒരു സ്ട്രാൻഡ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബേസ് പെയറിംഗ് ബേസസ് വരുന്നത് AGCUG. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ അത് വേറെ ഒരു പ്രോട്ടീൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇത് വെച്ച് നോക്കുമ്പോൾ UCGA, ഇത് വെച്ച് അത് അവിടെ അപ്പൊ വേറെ പ്രോട്ടീൻ ആയിരിക്കും കിട്ടുന്നത്, പ്രോട്ടീൻ എൻസൈംസ് ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഇതിൽ കണ്ട് ഏത് സ്ട്രാൻഡിനെ എടുക്കണമെന്ന് നമ്മുടെ റൈബോസോമിന് കൺഫ്യൂഷൻ. അപ്പൊ അങ്ങനെ കൺഫ്യൂഷൻ വരാതെ ഇരിക്കാൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൺഫ്യൂഷൻ വരാതിരിക്കാൻ നമ്മുടെ DNA എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കോയിലൗട്ട് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ അൺവൈൻഡിങ് ആയതിനു ശേഷം ഏതെങ്കിലും ഒരു സ്ട്രാൻഡ് മാത്രമേ എക്സ്പ്രസ് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു സ്ട്രാൻഡിൽ നിന്ന് മാത്രമേ mRNA ഇൻഫർമേഷൻസ് കോപ്പിയായി mRNA ഉണ്ടാകത്തുള്ളൂ. അത് മിക്കവാറും ഈ 5'3' എന്ന് പറഞ്ഞ ഈ സ്ട്രാൻഡ് ആയിരിക്കും. അപ്പൊ ഏത് സ്ട്രാൻഡിൽ നിന്നാണോ ഡോക്ടർ സ്ട്രാൻഡ് അല്ലെങ്കിൽ mRNA ഉണ്ടാവുന്നത്, കോപ്പി ആവുന്നത്, അതിനെയാണ് നമ്മൾ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് പറയും. ഏത് സ്ട്രാൻഡിൽ നിന്നാണോ കോംപ്ലിമെന്റ് ആയിട്ടുള്ള ബേസസ് വന്ന് mRNA ഉണ്ടാവുന്നത്, ആ സ്ട്രാൻഡിന് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്നും, ചുമ്മാ ഒരു ജോലി ഇല്ലാതെ ഇവിടെ ഇരിക്കുന്നതിന് കോഡിംഗ് സ്ട്രാൻഡ് എന്ന് പറയും. ഇതൊന്നും അതിശയമില്ലേ? അതായത് ഒന്നിനും കോഡ് ചെയ്യുന്നില്ല, ഈ സ്ട്രാൻഡ് ചുമ്മാതെയാണ് ഇരിക്കുന്നത്, ഒന്നിനും കോഡ് ചെയ്യാതെ മിണ്ടാതെ അവിടെ പാവത്താനെ പോലെ കൈയും കെട്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ സ്ട്രാൻഡിനെ നമ്മൾ വിളിക്കുന്നത് കോഡിംഗ് സ്ട്രാൻഡ് എന്നും, ജോലി ചെയ്യുന്ന അതല്ലെങ്കിൽ mRNA ഉണ്ടാക്കുന്ന സ്ട്രാൻഡിനെ നമ്മൾ വിളിക്കുന്ന ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്നുമാണ്. അതെന്തൊരു അതിശയമില്ലേ? ആരാണ് അങ്ങനെ പേരിട്ടതെന്ന് അറിഞ്ഞൂടാ, എന്നാലും അത് ഒരു സ്പെഷ്യൽ കേസാണ്, ഒരു രസകരമായിട്ടുള്ള ഒരു സംഭവം. അപ്പൊ ഇതാണ് നമ്മുടെ സംഗതി. ഇനി ഇതിൽ വരുന്ന, ഇപ്പൊ നിങ്ങൾക്ക് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്താണ്, കോഡിംഗ് സ്ട്രാൻഡ് എന്താണെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതിനാണ് നമ്മുടെ കമന്റ് ബോക്സ് തന്നിരിക്കുന്നത്. എന്ത് വേണോ ഡൗട്ട് ഉണ്ടോ ചോദിച്ചോളൂ, ഏത് സമയവും ഞാൻ റിപ്ലൈ ചെയ്യാൻ തയ്യാറാണ്. അപ്പോ ഇനി നമുക്ക് അടുത്തതിന് മുമ്പോട്ട് പോകാം. അതായത് അടുത്ത ഇനി നമുക്ക് ഇവിടെ വരുന്നത് ഈ പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള എൻസൈംസ് ഏതൊക്കെയാണെന്നാണ് ഇനിയുള്ള കാര്യം. എൻസൈമിൽ വരുന്നത് DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ്. DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ് എൻസൈം ആണല്ലോ, പോളിമറൈസ് അല്ല, പോളിമറൈസ് എൻസൈം ആണ് ഇവിടെ വരുന്നത്. അപ്പം ഇതെന്താണ് ചെയ്യുന്നത്? നമ്മുടെ മറ്റേ റെപ്ലിക്കേഷനിൽ വന്നപ്പോ അവിടെ DNA ഡിപ്പെൻഡന്റ് DNA പോളിമറൈസ് ആയിരുന്നു. കാരണം എന്താണ്? അവിടെ DNA നിന്നും DNA ആണ് ഉണ്ടാകുന്നത്. പക്ഷെ ഇവിടുത്തെ സാഹചര്യം അങ്ങനെയല്ല. ഇവിടെ വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ DNA നിന്നും RNA ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. DNA നിന്നും
RNA ഉണ്ടാക്കാൻ പോകുന്നത് കൊണ്ട് ഇതിനെ നമ്മൾ DNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ്, അതായത് DNA വെച്ച് RNA ഉണ്ടാക്കുന്നു, അങ്ങനെ നിങ്ങൾ ചിന്തിച്ചാൽ മതി. DNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ്. DNA റെപ്ലിക്കേഷനിൽ DNA വെച്ച് DNA തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോ അവിടെ DNA ഡിപ്പെൻഡന്റ് DNA പോളിമറേസ്. അപ്പൊ ഇതാണ് എൻസൈംസ്. ഇവൻ നമ്മുടെ DNA ഡിപ്പെൻഡന്റ് DNA പോളിമറേസിന്റെ അനിയനാണ്. അപ്പൊ അവന്മാർക്ക് അനിയന്മാരെ ചേട്ടൻ അനിയനായി കഴിഞ്ഞാൽ ഒരേ സ്വഭാവമായിരിക്കൂലേ. അതുകൊണ്ട് ഇവനും 5' to 3' എൻഡിലെ ഡയറക്ഷനിലെ സ്ട്രാൻഡ് ഉണ്ടാക്കോളും, mRNA സ്ട്രാൻഡ് ഉണ്ടാക്കോളും. അവനും അതായത് നമ്മുടെ DNA ഡിപ്പെൻഡന്റ് DNA പോളിമറേസ് എൻസൈമും 5' to 3' ഡയറക്ഷനിലെ സ്ട്രാൻഡ് ഉണ്ടാക്കോളൂ. ഇവിടെ അതുപോലെ അവന്റെ അനിയനായ RNA പോളിമറേസ് 5' to 3' ഡയറക്ഷനിലെ നമ്മുടെ സ്ട്രാൻഡ് ഉണ്ടാക്കത്തുള്ളൂ. ഇനി ഇത് RNA പോളിമറേസ് 1, 2, 3 അതൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. അത് നിങ്ങൾ ഇത് ജനറൽ ആയിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇപ്പൊ പറഞ്ഞല്ലോ ഇവൻ 5' to 3' ഡയറക്ഷനിലെ വരത്തുള്ളൂ. അപ്പം നിങ്ങളൊന്ന് നോട്ട് ചെയ്തോളൂ, ബാക്കി മുന്നോട്ട് പോവാം. പോസ്റ്റ് ചെയ്ത് നോട്ട് ചെയ്തോളൂ. 1 മാറ്റട്ടെ, 2 മാറ്റട്ടെ, 3 മാറ്റട്ടെ. ഓക്കെ, എൻസൈംസിന്റെ കേസ് ഇത്ര ഉള്ളു കേട്ടോ. ഇനി ഇതെങ്ങനെയാണോ നിങ്ങൾക്ക് എഴുതാം. പിന്നെ ഇത് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ആ പ്രൈമർ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരുത്തിയെന്നുള്ളൂ. അത് തെറ്റൊന്നും ഇല്ല, അങ്ങനെ നിങ്ങൾക്ക് എഴുതാം. പക്ഷെ ഞാനിപ്പോ പറയാൻ പോകുന്നത് കുറച്ചും കൂടെ മനസ്സിലാവാൻ വേണ്ടിട്ട് ഞാൻ അങ്ങനെ മാറ്റി എഴുതിയെന്നേ ഉള്ളൂ. അപ്പോ നമുക്ക് തുടങ്ങാം. ഇനി എങ്ങനെയാണ് ഈ ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് നടക്കുന്നതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് എന്താണ് സംഭവിക്കുന്നത്, ഇതിനെ ഞാൻ കുറച്ചും കൂടെ സൂം ചെയ്ത് വരയ്ക്കുന്നത്. സൂം ചെയ്യുമ്പം നമ്മൾ മറ്റേ ഇതൊന്ന് ബേസസ് ഒന്നും എടുക്കണ്ട, ജസ്റ്റ് 2 സ്ട്രാൻഡ് മാത്രം എടുത്താൽ മതി. ഇതൊരു സ്ട്രാൻഡ്, ഇതടുത്ത് താഴെയുള്ള അടുത്ത സ്ട്രാൻഡ്. ഓക്കെ, ഇത് ഏതായാലും 3' ആണ്. ഞാൻ 3' ഇവിടെ 3' തിരിച്ച് എഴുതാൻ കേട്ടോ. പിന്നെ നമ്മളൊരു റൂൾ അനുസരിച്ച് പോകുമ്പോ പോകുന്നതാണ് നല്ലത്. അയ്യോ, അങ്ങനെയാണ് എഴുതാം, കുഴപ്പമില്ല. പഴയതുപോലെ തന്നെ എഴുതാം. ഓക്കെ, അപ്പോ ഇതിൽ നമ്മൾ ഇവിടെ കുറെ നൈട്രജൻ ബേസസ് ഉണ്ട്, ഇവിടെയും കുറെ നൈട്രജൻ ബേസസ് ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയായിരിക്കുന്ന ഇങ്ങനെ അകത്തോട്ട് വരുന്ന രീതിയിൽ കുറെ നൈട്രജൻ ബേസസ് ഉണ്ട്, ഇവിടെയും കുറെ നൈട്രജൻ ബേസസ് ഉണ്ട്. ഇങ്ങനെ കാണാം. ഇത് ഒരു ജീനായിരുന്നു, അത് സ്പ്ലിറ്റ് അപ്പ് ആയി. അയ്യോ, അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്. സോറി, ആ കാര്യം പറഞ്ഞു ഇമ്പോർട്ടന്റ് പറയാതെ ചാടിപ്പോ. ഓക്കെ, നമ്മള് ട്രാൻസ്ക്രിപ്ഷന് വേണ്ടിയിട്ട് നമ്മുടെ ജീനില് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്, അതായത് ഇപ്പൊ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു പ്രോജക്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു അസൈൻമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഗ്രൂപ്പായിട്ടല്ലേ ഒരു അസൈൻമെന്റും പ്രോജക്റ്റും ഒക്കെ ചെയ്യാറുള്ളത്. അതുപോലെ ഇവിടെ ട്രാൻസ്ക്രിപ്ഷൻ ഗ്രൂപ്പായിട്ടല്ലേ, ഇൻഡിവിജ്വൽ അസൈൻമെന്റ് ഒക്കെ ഉണ്ട്, എന്നാലും ഗ്രൂപ്പിന്റെ കേസാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ അതുപോലെ ഇവിടെ നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിനെയാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്. ആ ട്രാൻസ്ക്രിപ്ഷൻ നടത്തുന്ന ഗ്രൂപ്പിനെയാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ട്രാൻസ്ക്രിപ്ഷൻ, ഇപ്പൊ നമ്മൾ ക്രിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 11 പേര് കാണും, 15 പേര് കാണും, 15 പേര് കാണും കളിക്കാൻ. അതുപോലെ ഇവിടെ ട്രാൻസ്ക്രിപ്ഷനിൽ നമ്മൾ ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ
നമ്മൾ ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ അതില് 3 പേര് കാണും. ഒന്ന് പ്രൊമോട്ടർ, ഒന്ന് സ്ട്രക്ചറൽ ജീൻ, ഒന്ന് അടുത്തത് ലാസ്റ്റത്തത് ടെർമിനേറ്റർ. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് നമ്മള് ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ വരുന്നത്. പ്രൊമോട്ടർ, സ്ട്രക്ചറൽ ജീന്, ടെർമിനേറ്റർ. ടെർമിനേറ്റർ ആണ്. ഓക്കെ, ടെർമിനേറ്റർ മറ്റേ നമ്മുടെ അർണോൾഡിന്റെ സിനിമയല്ലേ ടെർമിനേറ്റർ, റോബോട്ടൊക്കെ ആയിട്ട് ട്രാൻസ്ഫോമർ ആണ്, ടെർമിനേറ്റർ ആണ്. പേരിനൊക്കെ ഞാൻ മറന്നു. അതൊക്കെ വിട്, ഇതെടു. അപ്പൊ നമ്മൾ ഇത് പ്രൊമോട്ടർ, സ്ട്രക്ചറൽ ജീന്, ടെർമിനേറ്റർ ഇതെടുക്കാൻ നേരത്ത് ഇവിടെ എന്താണ് സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പ്രൊമോട്ടർ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊമോട്ടർ ആണ് ഇവിടെ ഇനിഷ്യേറ്റർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനിഷ്യേഷൻ എന്ന് പറയുമ്പോഴേ നമുക്ക് മനസ്സിലായി കാണും, ഈ പ്രോസസ്സ്, ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് തുടങ്ങാൻ സഹായിക്കുന്ന ആൾ, അതാണ് നമ്മുടെ പ്രൊമോട്ടർ. ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് തുടങ്ങാൻ, അതായത് mRNA സിന്തസിസ് അല്ലെങ്കിൽ നമ്മുടെ ജീനിൽ നിന്ന് അല്ലെങ്കിൽ DNA നിന്ന് mRNA കോപ്പി ചെയ്യുന്ന പ്രോസസ്, അതായത് ട്രാൻസ്ക്രിപ്ഷൻ, അതിന് അത് ആദ്യം തുടങ്ങാൻ സഹായിക്കുന്നതാണ് നമ്മുടെ പ്രൊമോട്ടർ എന്ന് പറയുന്നത്. പിന്നെ സ്ട്രക്ചറൽ ജീനിലോട്ട് വരാൻ നേരത്തെ അത് ഒരു ഇത്തിരി നീളമുള്ള ഒരു പോർഷൻ ആണ്. അപ്പൊ ആ പോർഷനിൽ കൂടെ നമ്മുടെ പോളിമറൈസ് എൻസൈം മൂവ് ചെയ്യുന്ന അനുസരിച്ച് mRNA സിന്തസൈസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. ട്രാൻസ്ക്രിപ്ഷൻ ടെർമിനേറ്റർ എന്ന് പറയുന്ന ഒരു റീജിയനിൽ ലാസ്റ്റ് ചെന്നെത്തും. അപ്പൊ അവിടെ പ്രോസസ്സർ നിൽക്കും. അതായത് പിന്നെ ഇതാണ് നമ്മുടെ ഒരു ടെംപ്ലേറ്റ് സ്റ്റാൻഡ് ആണ് മദർ സ്റ്റാൻഡ്. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പം ഇത്രയും ഒരു പോർഷൻ ചിലപ്പം ഇതൊരു പ്രൊമോട്ടർ ആയിരിക്കും. ഇത് ഒരു പ്രൊമോട്ടർ ആയിരിക്കും. അപ്പൊ ഇവിടെയാണ് നമ്മുടെ പോളിമറൈസ്, ഇതൊരു പോളിമറൈസ് ആയിട്ട് എടുത്താൽ ഈ പോളിമറൈസ് ഒന്ന് ഇവിടെ ആദ്യം ബൈൻഡ് ചെയ്യും. പിന്നെ ഇവിടെ ഒരു കുറച്ച് സംഗതികളൊക്കെ ഉണ്ട്, പറഞ്ഞുതരാം. ഇത് വന്ന് ആദ്യം പ്രൊമോട്ടറിൽ ബൈൻഡ് ചെയ്യും. എന്നിട്ട് പ്രൊമോട്ടർ ജസ്റ്റ് ഒന്ന് തള്ളി വിട്ടു കൊടുക്കുമ്പോഴാണ് ഇത് ഫ്രണ്ടിലോട്ട് ഉരുണ്ടുരുണ്ടങ്ങ് പോകുന്നത്. അപ്പൊ അതുപോലെ ഇനി ഇത് പ്രൊമോട്ടർ. അപ്പൊ ഇവിടെ നിന്ന് പ്രോസസ് തുടങ്ങി, ഇത് തൊട്ട് ഏകദേശം ഇതുവരെയുള്ള പോർഷൻ നിങ്ങൾക്ക് കാണാമായിരിക്കും. ഇത് തൊട്ട് ഇതുവരെയുള്ള പോർഷനാണ് നമ്മൾ സ്ട്രക്ചറൽ ജീൻ എന്ന് പറയുന്നത്. ഈ സ്ട്രക്ചറൽ ജീനിൽ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ എല്ലാം നൈട്രജൻ ബേസിസ് ആയിരിക്കും. ഇതൊക്കെ നൈട്രജൻ ബേസിസ് ആയിരിക്കും. ആ നൈട്രജൻ ബേസിസിൽ നിന്ന് ഇത് നമ്മുടെ ഈ പോളിമറൈസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ mRNA ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ മൂവ് ചെയ്ത് ഇവിടെ എത്തും. അപ്പൊ ഇവിടെ ഒരു പോർഷൻ കാണും, ചെറിയൊരു സംഗതിയാണ്. ഇതിനെയാണ് നമ്മൾ ടെർമിനേറ്റർ എന്ന് പറയുന്നത്. ടെർമിനേറ്റർ അതായത് എൻഡിങ് പോർഷൻ, ജീനിന്റെ എൻഡിങ് പോർഷൻ. അപ്പൊ ഇവിടെ എത്തുമ്പോഴത്തേക്കും എന്താണ് നമ്മുടെ ഇതില് നമ്മുടെ പോളിമറൈസ് ആദ്യം ഇവിടെ നിന്ന് വെളിയിൽ നിന്ന് ഇങ്ങനെ ഒന്ന് അറ്റാച്ച് ചെയ്ത് നീങ്ങി ഇങ്ങനെ പോകും. അപ്പൊ നീങ്ങുന്നതനുസരിച്ച് mRNA ഇങ്ങനെ സിന്തസൈസ് വിട്ടുകൊണ്ടിരിക്കും. അങ്ങനെ നീങ്ങി ടെർമിനേറ്റർ പോർഷന് വരാൻ നേരത്ത് ഇത് വിട്ടുപോകാൻ നേരത്തെ എങ്ങനെ പോകും? പോളിമറൈസ് ഇങ്ങനെ നീങ്ങി ഒന്ന് പോകും. നമ്മുടെ mRNA ആദ്യം ഡിറ്റാച്ച് ചെയ്ത് ഒരു mRNA മോളിക്യൂള് സിന്തസൈസ് ചെയ്ത് വെളിയിലോട്ട് പോകും. അപ്പൊ അതാണ് നമ്മുടെ പ്രൊമോട്ടർ, സ്ട്രക്ചറൽ ജീൻ, പിന്നെ ടെർമിനേറ്റർ. മനസ്സിലായി കാണും. പോളിമറൈസ് ഒന്ന് അറ്റാച്ച് ചെയ്യുന്നു, സ്ട്രക്ചറൽ ജീനിൽ വരുമ്പോൾ സ്ട്രക്ചറൽ ജീൻ കൂടെ പോകുന്നതോറും നമ്മുടെ mRNA സിന്തസൈസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. ലാസ്റ്റ് ടെർമിനേറ്ററിൽ വരുമ്പോൾ പ്രോസസ് എൻഡ് ചെയ്യും, പോളിമറൈസ് സെപ്പറേറ്റ് ചെയ്യും, mRNA സെപ്പറേറ്റ് ചെയ്യും. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോ നോക്കാം, ഇനി അടുത്ത നോക്കാം. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ പ്രൊമോട്ടറും ടെർമിനേറ്ററും, അതായത് പ്രൊമോട്ടർ, സ്ട്രക്ചറൽ ജീന്,
ടെർമിനേറ്റർ. ഈ 3 പോർഷൻസ് ഉൾപ്പെടെ നമുക്ക്, അതായത് ഈ മൂന്ന് കാര്യങ്ങൾ, 3 സംഭവം, ഇവരെ 3 പേരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഡോക്ടർ സെല്ലിലോട്ട് കൊടുക്കാൻ പറ്റും. അതായത് ഇപ്പം DNA സാധാരണ റെപ്ലിക്കേറ്റ് ചെയ്ത് സെൽ ഡിവിഷൻ സമയത്ത് DNA റെപ്ലിക്കേഷൻ നടന്ന ഡോക്ടർ സെൽസ് പുതിയ 2 സെൽസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അവിടെ ഈ ടെർമിനേറ്ററും പ്രൊമോട്ടറും സ്ട്രക്ചർ ജീനും ഉൾപ്പെടെ ഇവർക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ റെഗുലേറ്റർ ജീൻ എന്നും പറയാറുണ്ട്. ഇതിനെ റെഗുലേറ്റർ ജീൻ എന്നും പറയാറുണ്ട്. കാരണം രണ്ടെണ്ണമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പ്രോട്ടീൻ സിന്തസിസ്, ഹോർമോൺ സിന്തസിസ് അതിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. കാരണം എന്താണ് ഞാൻ പറഞ്ഞത്? റെഗുലേറ്റർ ജീൻ. റെഗുലേറ്റർ ജീൻ എന്ന് പറയുന്നത് ഇവർക്ക് പ്രോട്ടീൻ സിന്തസിസിനെ കൺട്രോൾ ചെയ്യാനും ഹോർമോൺ സിന്തസിസും എൻസൈമിനെയൊക്കെ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനും പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇവര് DNA റെപ്ലിക്കേഷൻ പ്രോസസ്സിലൂടെ പുതിയ സെൽസിലോട്ട് ട്രാൻസ്ഫർ ആയി പോകുന്നുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവരെ റെഗുലേറ്റർ ജീൻ എന്നും പറയാറുണ്ട്. പിന്നെ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഒരു ഹ്യൂമൻ ബീങ് എടുത്തു കഴിഞ്ഞാൽ അവര് കൊച്ചായിരിക്കും, അതായത് ചൈൽഡ്ഹുഡ് പീരീഡിലൊക്കെ അവർക്ക് ചില ഹോർമോൺസ് ഉണ്ടാവാറില്ല, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കാണാറില്ല. അതായത് ഇപ്പൊ നമുക്കറിയാം, നമ്മൾ അഡോളസൻസ് പീരീഡ് ഒക്കെ ആകുമ്പോഴാണ് നമുക്ക് ടെസ്റ്റോസ്റ്ററോൺ, പിന്നെ പ്രൊജസ്ട്രോൺ, ഈസ്ട്രോജൻ എന്നൊക്കെ പറയുന്ന ഹോർമോൺസ് ഉണ്ടാവുന്നതും ബോഡിയിൽ അതിനനുസരിച്ച് ചേഞ്ചസ് വരുന്നത്. അപ്പോ പക്ഷെ നമുക്കൊരു 5-6 വയസ്സൊക്കെ ഉള്ളപ്പോ ആ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ആ ഹോർമോണിന്റെ പ്രസൻസ് നമ്മളെ ബോഡിയിൽ കാണാറുണ്ടോ? ഇല്ല. അതിന് കാരണം എന്താ? പക്ഷെ ആ പ്രൊഡക്ഷൻ ഇല്ല എന്ന് പറഞ്ഞ് ആ ബോഡിയിൽ ഈ ജീൻസ് ഇല്ലാത്തത് കൊണ്ടാണ് പ്രൊഡക്ഷൻ നടക്കാത്തതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെ? കാരണം കുറച്ച് അഡോളസന്റ് പീരീഡ് ആവാൻ നേരത്ത് ആ ഹോർമോൺ പ്രൊഡക്ഷൻ വരുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് എങ്ങനെ പറയാം? ആ ചൈൽഡ്ഹുഡ് പീരീഡിൽ ഈ ജീൻസ് എല്ലാം ഓഫ് കണ്ടീഷനിലും അഡോളസൻസ് പീരീഡ് ആവുമ്പം ആ ജീൻസ് ഓൺ ആവുകയും ചെയ്യുന്നുണ്ട്, അല്ലെ? അഡോളസൻസ് പീരീഡ് ആവുമ്പോൾ ജീൻ ഓൺ ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പം ചില പെർട്ടിക്കുലർ ടൈമിൽ മാത്രമേ അത് പ്രൊഡക്ഷൻ നടക്കത്തുള്ളൂ, അല്ലാത്തപ്പം അത് ഓഫായി കിടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ട് ഇതിനെ നമ്മൾ ആവശ്യമുള്ളപ്പോ മാത്രമാണ് ഈ ജീൻ ഓൺ ആവുന്നത്. ഇതേപോലെ mRNA സിന്തസിസ് ആണ് പ്രോട്ടീൻ ഒക്കെ ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതിന് റെഗുലേറ്റർ ജീൻ എന്ന് പറയുന്ന ഒരു പേര് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു കാര്യമുണ്ട്. അതുപോലെ തന്നെ ഇതിനെ സിസ്ട്രോൺ എന്ന് പറയാറുണ്ട്. അതായത് ആ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. ആ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിന് നമ്മൾ സിസ്ട്രോൺ എന്ന് പറയാനുണ്ട്. ആ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് സിസ്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമാണ്, നമ്മുടെ യൂക്കാരിയോട്ടിക് സെൽസ് എല്ലാം മോണോസിസ്ട്രോണിക്കും പ്രോകാരിയോട്ടിക് സെൽസ് എല്ലാം പോളിസിസ്ട്രോണിക്കും. യൂക്കാരിയോട്സ് എല്ലാം മോണോസിസ്ട്രോണിക്കും പ്രോകാരിയോട്സ് എല്ലാം പോളിസിസ്ട്രോണിക്കും. സിസ്ട്രോൺ എന്ന് പറഞ്ഞാൽ ആ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിനെ തന്നെയാണ് നമ്മൾ സിസ്ട്രോൺ എന്ന് പറഞ്ഞത്. അതായത് പ്രൊമോട്ടർ, സ്ട്രക്ചറൽ ജീൻ, ടെർമിനേറ്റർ, പിന്നെ 3 കൂടെ ചേർത്ത് തന്നെയാണ് നമ്മൾ സിസ്ട്രോൺ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇനി മോണോസിസ്ട്രോൺ എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ഒരു ജീൻ എടുക്കുകയാണ്. ഇതാണ് ഒരു ജീൻ എന്ന് വെച്ചു. ഇവിടെ ഒരു പ്രൊമോട്ടർ ആണ്, പിന്നെ ഇവിടെ സ്ട്രക്ചറൽ ജീൻ. ഇതൊക്കെ സ്ട്രക്ചറൽ ജീനാണ്. പിന്നെ ഇവിടെ വെച്ചാൽ ജീൻ എൻഡ് ആവും. പക്ഷേ ഇവിടെ വെച്ചാൽ ജീന് സോറി ഇത് സ്ട്രക്ചറൽ ജീൻ. ഇങ്ങനെ വന്ന് ലാസ്റ്റ് ഇവിടെ
എൻഡ് ചെയ്യും. അവിടെ ഒരു ടെർമിനേറ്റർ കാണും. ഇത് പ്രൊമോട്ടർ, ഇത് ടെർമിനേറ്റർ, ഇത് ഇത്രയും സ്ട്രക്ചറൽ ജീൻ. അപ്പൊ ഇവിടെ എന്താണ്, അറ്റ് എ ടൈം ഒരു പ്രോട്ടീൻ മാത്രമേ ഇത് ഇവിടെ സിന്തസിസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അത് ഇതുകൊണ്ട് ഇതുവരെയുള്ള ഇവിടെ നിന്ന് mRNA സിന്തസിസ് നടക്കും, ഇതുവരെ വരും, സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ ഒരു സമയം ഒറ്റ പ്രോട്ടീന് വേണ്ടിയിട്ട് മാത്രമേ ഈ ജീനിന് കോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇതിനെയാണ് നമ്മൾ മോണോസിസ്ട്രോണിക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത് ഇവിടെ വേറെ ജീന് കാണും, ഇവിടെ വേറെ ഒരു പ്രൊമോട്ടർ കാണും, ഇതുപോലെ സ്ട്രക്ചറൽ ജീന് കാണും. യെസ്, സ്ട്രക്ചറൽ ജീന്, ഇത് അടുത്ത പ്രൊമോട്ടർ, ഇതാ ടെർമിനേറ്റർ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഇത് ഫസ്റ്റ് ജീൻ പ്രൊമോട്ടർ, സ്ട്രക്ചറൽ ജീൻ, ടെർമിനേറ്റർ. അവിടെ ഒരു ജീൻ എൻഡ് ചെയ്യുന്നു. എൻഡ് ചെയ്തതിനു ശേഷം അടുത്ത ഇവിടെ വേറെ ഒരു പ്രൊമോട്ടർ, ഇവിടെ വേറെ ഒരു സ്ട്രക്ചറൽ ജീന്, ഇവിടെ അടുത്ത ടെർമിനേറ്റർ. ഇങ്ങനെ വന്നു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ജീന് ഓൺ കണ്ടീഷൻ ആകുമ്പോൾ ഈ ഇപ്പൊ നമുക്ക് ഒരു പ്രോട്ടീൻ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെയാണ് ആ പ്രോട്ടീൻ കോഡ് ചെയ്യുന്ന ജീൻ ഇരിക്കുന്നതെന്ന് വെച്ചോ. അപ്പം ഇവിടെ വന്ന് പോളിമറൈസ് ബൈൻഡ് ചെയ്ത് മൊത്തം ഇതുവരെ വന്ന് നിൽക്കുമ്പം അത് എൻഡ് ആയി കഴിയും. അപ്പം അറ്റ് എ ടൈം നമുക്ക് ഒരു പ്രോട്ടീൻ മാത്രം സിന്തസൈസ് ചെയ്യാൻ പറ്റും എന്നാണ് ഈ ഇങ്ങനെ സെപ്പറേറ്റ് പ്രൊമോട്ടേഴ്സ്, ടെർമിനേറ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലുള്ള ഗുണം. അപ്പൊ അതിനെയാണ് നമ്മൾ മോണോസിസ്ട്രോണിക് എന്ന് പറയുന്നത്. അതായത് ഒറ്റ സമയം ഒരു പ്രോട്ടീൻ മാത്രമേ നമുക്ക് സിന്തസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മൾ മോണോസിസ്ട്രോണിക് എന്ന് പറയും. അപ്പൊ ഇവിടെ നമുക്ക് ഈ ജീൻ ഓൺ ആക്കണമെങ്കിൽ അവിടെ വേറൊരു പോളിമറൈസ് ഒന്ന് ബൈൻഡ് ചെയ്ത് ആ ജീൻ കോഡ് ചെയ്യും. അപ്പൊ ആ ജീൻ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്ന സമയത്ത് ഈ ജീൻ ഓഫ് കണ്ടീഷൻ ആയിരിക്കും. ഈ ജീൻ ഓൺ കണ്ടീഷൻ ആകുന്ന സമയത്ത് ആ ജീനും ഓഫ് കണ്ടീഷൻ ആയിരിക്കും. അതായത് അറ്റ് എ ടൈം നമുക്ക് ഒരു ജീനിനെ ഓൺ ചെയ്യാം, അല്ലെങ്കിൽ അറ്റ് എ ടൈം രണ്ട് ജീനിനെ വേണമെങ്കിൽ നമുക്ക് ഓൺ ചെയ്യാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് ഇപ്പൊ ആവശ്യമുണ്ടെങ്കിൽ ഫാൻ ഇടാം. ഫാന് മാത്രം മതിയെങ്കിൽ നമുക്ക് വെയിലത്തൊക്കെ പോയി കളിച്ചിട്ടൊക്കെ വരാമെങ്കിൽ ഫാന് മാത്രം മതിയെങ്കിൽ ഫാന് മാത്രം ഇടാം. ഇല്ല, നമ്മൾ വെയിലത്തൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല, ഫുൾ ഇരുട്ടായിരിക്കും. അപ്പൊ ലൈറ്റ് വേണമെങ്കിൽ അതും കൂടെ ഇടാം. ഇല്ല, ലൈറ്റ് മാത്രം മതിയെങ്കിൽ ലൈറ്റ് മാത്രം മതി, ഫാൻ ഇടണ്ട. ഇല്ല, രണ്ടും വേണമെങ്കിൽ ലൈറ്റും ഇടാം ഫാനും ഇടാം. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെയും വരുന്ന സംഗതി. അപ്പൊ ഇതിനെ ആ ഒരു സെപ്പറേറ്റ് ടെർമിനേറ്ററും പ്രൊമോട്ടറും ഉള്ളതിന്റെ ഗുണം എന്താണെന്ന് ഇപ്പൊ മനസ്സിലായി കാണും. അപ്പൊ ഇങ്ങനെ ഓരോ ജീനിനും അതിൻ്റെതായ പ്രൊമോട്ടറും ടെർമിനേറ്ററും കാണും. ഇതിനെയാണ് നമ്മൾ മോണോസിസ്ട്രോണിക് എന്ന് പറയുന്നത്. ഇത് യൂക്കാരിയോട്ടിക് സെൽസിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. യൂക്കാരിയോട്ടിക് സെൽസിൽ മാത്രമേ ഈ കണ്ടീഷൻ കാണാൻ പറ്റുള്ളൂ. അപ്പൊ പ്രോകാരിയോട്സിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രോകാരിയോട്സിൽ ഇത്രയും ഒരു വലിയൊരു ജീന് കാണും, എന്നിട്ട് ഇവിടെ ഒരു പ്രൊമോട്ടർ കാണും, ഇവിടെ ഒരു ടെർമിനേറ്റർ കാണും. ഇതിന്റെ ഇടയ്ക്ക് തന്നെ ഇവിടെ നിന്ന് ഇതുവരെ വരുമ്പോൾ ഇത്രയും ഒരു ജീന്, ഇവിടെ നിന്ന് അടുത്ത് ഇതാ ഇത്രയും ഒരു ജീന്, ഇവിടെ നിന്ന് അടുത്ത് ഇതാ ഇത്രയും ഒരു ജീന്. അപ്പൊ നിങ്ങൾ നോക്കിക്കോ, ഒരു പ്രൊമോട്ടറിനും ഒരു ടെർമിനേറ്ററിനും ഇടയ്ക്ക് 3 ജീൻസ് ആണ് വരുന്നത്. ഒരു പ്രൊമോട്ടറിനും ഒരു ടെർമിനേറ്ററിനും ഇടയ്ക്ക് 3 ജീൻസ് വരുന്നുണ്ട്. അപ്പം ഒരു സമയം എന്തൊക്കെ സംഭവിച്ചാൽ ആ ഒരു ഇവിടെ നിന്ന് പോളിമറൈസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു സമയം 3 പ്രോട്ടീൻസ് അവർ ഉണ്ടാക്കും. ഒരു സമയം 3 പ്രോട്ടീൻ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. വേറെ ഓപ്ഷൻ ഒന്നുമില്ല, കാരണം ഇവിടെ ടെർമിനേറ്റേഴ്സ് ഒന്നും ഇല്ല. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് പോളിസിസ്ട്രോണിക്. അതായത് ഒരു പ്രൊമോട്ടറിനും ഒരു ടെർമിനേറ്ററിനും ഇടയ്ക്ക് ഒന്നിൽ കൂടുതൽ ജീൻസ് വരും. അതിനെ നമ്മൾ പോളിസിസ്ട്രോണിക് എന്ന് പറയും. ഇപ്പൊ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മറ്റവിടെ നമ്മുടെ യൂക്കാരിയോട്സിന് ആവശ്യമുള്ളപ്പോൾ ആവശ്യമനുസരിച്ച് ഓരോരോ ജീൻ ഓൺ ആക്കാം. ഇവിടെ അങ്ങനെ പറ്റൂല. ഒരു സമയം തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മൊത്തം പ്രോട്ടീന് ട്രാൻസ്ക്രൈബ് ചെയ്ത് മൊത്തം ജീനും ട്രാൻസ്ക്രിപ്ഷൻ നടക്കും. അപ്പൊ ഇതാണ് പോളിസിസ്ട്രോണിക്. അപ്പൊ മോണോസിസ്ട്രോണിക്കും പോളിസിസ്ട്രോണിക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നതെന്ന്
നോക്കണം. അപ്പൊ അതാണ് നമുക്കിനി അടുത്ത സംഭവം. ഈ ട്രാൻസ്ക്രിപ്ഷൻ എന്താണെന്ന് പറഞ്ഞു, എവിടെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് നമ്മുടെ ന്യൂക്ലിയസിന്റെ അകത്താണ് ട്രാൻസ്ക്രിപ്ഷൻ. അതായത് ഒരു സെല്ല് എടുത്തു കഴിഞ്ഞാൽ സെല്ലിന്റെ അകത്തുള്ള ന്യൂക്ലിയസ്, ആ ന്യൂക്ലിയസിനകത്താണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു DNA കാണും. ആ DNA സ്ട്രക്ചറൽ പോർഷൻ ആണെന്ന് പറയുന്നത് പറയടേ ജീൻ. അപ്പൊ ഈ DNA രണ്ടായിട്ട് സ്പ്ലിറ്റ് അപ്പ് ചെയ്യും. DNA ജീൻ ജീൻ, ആ ജീന് രണ്ടായിട്ട് സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് 3' 5' 3' 5' സ്പ്ലിറ്റ് അപ്പ് ആയി. എന്നിട്ട് ഈ സ്ട്രാൻഡ് അല്ലെങ്കിൽ ഒരു സ്ട്രാൻഡ് എടുക്കാം. ഇവിടെ നിന്നാണ് ഒറിജിൻ ഓഫ് മറ്റേ DNA റെപ്ലിക്കേഷൻ പ്രോസസ് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെയാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഒക്കെ വരുന്നത്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ നമുക്ക് ഉണ്ടാക്കി എന്ത് പ്രോസസ് ആയാലും അവിടെ നിന്ന് ഇങ്ങോട്ട് റെപ്ലിക്കേഷൻ പ്രോസസ്സുകളോ അല്ലെങ്കിൽ കോപ്പി എന്തായാലും നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇത് വരാൻ പറ്റും, ട്രാൻസ്ക്രിപ്റ്റ് ചെയ്ത് വരാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ കേസ് എടുക്കാൻ നേരത്ത് ഇവിടെ ഇപ്പൊ ഇത് പ്രൊമോട്ടർ ആണെന്ന് വെച്ചു, അവിടെയാണ് നമ്മൾ പ്രൊമോട്ടർ എഴുതുന്നത്. അപ്പൊ ആ പ്രൊമോട്ടറിൽ നിന്ന് വന്ന് പോളിമറേസ് ബൈൻഡ് ചെയ്യും. പ്രൊമോട്ടർ ഏതെങ്കിലും ഒരു സ്ട്രാൻഡ് നമുക്ക് ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യത്തുള്ളൂ, മറ്റേത് കോഡിംഗ് സ്ട്രാൻഡ് ആയിരിക്കും. അതായത് അതിന് വേറെ പണിയൊന്നുമില്ല, ചുമ്മാ അവിടെ കൈയും കെട്ടി ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ DNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ് ഒന്ന് അവിടെ ബൈൻഡ് ചെയ്തു, ഇതിങ്ങോട്ട് നീങ്ങി കോംപ്ലിമെന്ററി സ്ട്രാൻഡ് ഉണ്ടാക്കി mRNA റിലീസ് ചെയ്ത് അവിടെ നിന്ന് പ്രോസസ് സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങോട്ട് നീങ്ങി ഇങ്ങി അറ്റം വരാൻ നേരത്ത് ഇത് നല്ല ഒരു mRNA ആയിട്ട് മാറും. പിന്നെ ഇവിടെ ബൈൻഡ് ചെയ്യാൻ സഹായിക്കുന്ന സിഗ്മ ഫാക്ടർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതൊരു പ്രോട്ടീനാണ്. ആ സിഗ്മ ഫാക്ടർ ഒന്ന് അറ്റാച്ച് ആ സിഗ്മ ഫാക്ടറിന്റെ സഹായത്തോടെയാണ് നമ്മുടെ പോളിമറേസ് പ്രൊമോട്ടറിൽ അറ്റാച്ച് ചെയ്യുന്നത്. എന്നിട്ട് ഇത് അങ്ങനെ നമ്മുടെ ട്രാൻസ്മിഷൻ പ്രോസസ് നടന്നത് ഇങ്ങനെ അറ്റം വരുമ്പോൾ ഇവിടെ ഒരു റോ ഫാക്ടർ, ആ സിഗ്മ ഫാക്ടർ പോലെ തന്നെ റോ ഫാക്ടർ, അതൊരു പ്രോട്ടീനാണ്. പ്രോട്ടീൻ തന്നെ അതൊന്ന് അറ്റാച്ച് ചെയ്യും അവിടെ സിഗ്മ. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ പ്രൊമോട്ടർ ബൈൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ സിഗ്മ ഫാക്ടർ സഹായിക്കും. അപ്പൊ സിഗ്മ ഫാക്ടറിന്റെ സഹായത്തോടെ പോളിമറേസ് നമ്മുടെ പ്രൊമോട്ടർ റീജിയനിൽ വന്ന് ബൈൻഡ് ചെയ്ത് അത് ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് ടെർമിനേറ്റർ റീജിയനിൽ എത്തുമ്പോൾ റോ ഫാക്ടർ വന്ന് ബൈൻഡ് ചെയ്ത് അത് അവിടെ നിന്ന് വിട്ട് സെപ്പറേറ്റ് ആയി പോകും. ഇവിടെ പോളിമറേസ് ഇങ്ങോട്ട് സെപ്പറേറ്റ് ആവും, mRNA സെപ്പറേറ്റ് ആവും. ഇതിപ്പം 5' 3' ആണ്. ഇതിന് കോംപ്ലിമെന്റ് ആയിട്ട് ഇവിടെ 3' ഇവിടെ 5' ഇതായിരിക്കും ആ mRNAയുടെ ഒരു പ്രൈമേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയാണ് സംഭവം നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത്. അപ്പൊ ഈ പ്രോസസ് എല്ലാം നോക്കിക്കൊണ്ട് നമ്മളെ ഈ കോഡിംഗ് സ്റ്റാൻഡ് ഇവിടെ ചുമ്മാ ഇരിക്കും. ഈ ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ് ഒക്കെ ഇതിൽ നടക്കുന്നത് നോക്കിക്കൊണ്ട് ഇവിടെ ചുമ്മാ ഇരിക്കും, അതിന് വേറെ പണിയൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് ഞാൻ തോന്നുന്നത്. അതാണ് നമ്മുടെ ഒരു സ്ട്രാൻഡ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആണ്. 3' to 5' എൻഡില് 3' to 5' എൻഡ് വരാൻ കാരണം അവിടെ ആ സൈഡാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് പോളിമറേസ്. അപ്പൊ അത് ഇങ്ങനെ ആ 3' to 5' പ്രൊമോട്ടർ റീജിയനിൽ സിഗ്മ ഫാക്ടറിന്റെ സഹായത്തോടെ ഒന്ന് പോളിമറേസ് DNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ് ഒന്ന് ബൈൻഡ് ചെയ്ത് സിഗ്മ ഫാക്ടറിന്റെ സഹായത്തോടെ 5' to 3' എൻഡിലും 3' to 5' സ്ട്രാൻഡില് 5' to 3' ഡയറക്ഷൻ ഞാൻ പറഞ്ഞുതരാം. ഇതില് നമ്മൾ DNA റെപ്ലിക്കേഷന് പറഞ്ഞ പോലെ പോളിമറേസ് 5' to 3' ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മളെ മറ്റേ അവിടെ പ്രിമിയസ് എന്ന് പറഞ്ഞ പോലെ എൻസൈം ഇവിടെയും വരുന്നുണ്ട്. പക്ഷെ നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല.
ആ എൻസൈം വന്നിട്ടാണ് ഇതാണ് ഇവിടെ ഒരു 5' ഇവിടെ ഒരു 5' ഇവിടെ ഒരു 5' അങ്ങനെ കാണിച്ചു കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ പോളിമറൈസ് ഇവിടെ ഇങ്ങോട്ട് നീങ്ങി പോകണം. പിന്നെ അപ്പൊ ഓരോരോ ഫ്രാഗ്മെന്റ്സ് ആയിട്ടായിരിക്കും നമ്മൾ mRNA കിട്ടുന്നത്. അതിനെ ലിഗേസ് വെച്ച് ജോയിൻ ചെയ്ത് ആക്കി വിടും. ആക്ച്വലി ഇതിനെ നമ്മള് HRNA എന്നാണ് പറയുന്നത്. HRNA എന്നാണ് പറയുന്നത്, ഹെട്രോജീനസ് RNA. HRNA എന്നാണ് നമ്മൾ ശരിക്കും ഈ ആദ്യം ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത് വരുന്ന RNA പറയുന്നത് HRNA എന്നാണ്. അപ്പൊ അവിടെ ഒറിജിനൽ റെപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് അവിടെ 3' ഇങ്ങോട്ട് വന്നു. നമ്മൾ DNA റെപ്ലിക്കേഷനിൽ പറഞ്ഞതുപോലെ തന്നെ പ്രിമേസ് എൻസൈം വരും, അത് 5' കാണിച്ചു കൊടുക്കും. അങ്ങനെ ഫ്രാഗ്മെന്റ്സ് ആയിട്ടാണ് വരുന്നത്. അതിന് ലാസ്റ്റ് DNA ലിഗേസ് വെച്ച് ജോയിൻ ചെയ്ത് ആണ് നമുക്ക് ലാസ്റ്റ് HRNA കിട്ടുന്നത്. ഇനി ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തേക്കും. നോട്ട് ചെയ്തോ? 1 2 3. ഓക്കെ. ഇനി നമുക്ക് കിട്ടിയ HRNA, അതായത് ഇപ്പൊ നമുക്ക് ട്രാൻസ്ക്രൈബ് ചെയ്ത് കിട്ടിയ HRNA, ഇത് ഇതിന്റെ 5' ഇത് 3' 5' ഇത് 3' ഈ HRNA നമ്മൾ നോക്കുമ്പോൾ അവിടെ കുറച്ച് പോർഷൻസ് നമുക്ക് ആവശ്യമുള്ള പോർഷൻസ് ആണ്. അതായത് ഈ ഒരു പോർഷൻ, ഈ ഒരു പോർഷൻ, ഇവിടത്തെ ഈ ഒരു പോർഷൻ, ഇത്രയും ഞാൻ ഒന്ന് ഷെയ്ഡ് ചെയ്തിരിക്കുന്ന അത്രയും പോർഷൻ നമുക്ക് ആവശ്യമുണ്ട്. ബാക്കിയുള്ള പോർഷൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. കാരണം എന്താണ്? ആവശ്യമുണ്ടോ ആവശ്യമില്ല എന്ന് പറയാൻ കാരണം നമുക്ക് വേണ്ടത് എന്താണ്? പ്രോട്ടീന് ആവശ്യമുള്ള ഉണ്ടാകാനുള്ള സാധനം മാത്രം നമുക്ക് മതി. ബാക്കി ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ചുമന്നുകൊണ്ട് നടക്കണെന്തിനാ? നമുക്ക് അത്രയും വെയിറ്റ് കുറച്ചുകൂടെ. അപ്പൊ നമുക്ക് സുഖമായിട്ട് ഈ HRNAക്ക് ട്രാൻസ്ലേഷൻ പ്രോസസ്സിലോട്ട് പോകാൻ പറ്റും. പക്ഷെ ട്രാൻസ്ലേഷൻ പ്രോസസ് സൈറ്റോപ്ലാസത്തിലാണ് നടക്കണം. അപ്പൊ അതിന് ന്യൂക്ലിയസിൽ നിന്ന് സൈറ്റോപ്ലാസം വരെ പോകണം. അപ്പൊ അത്രയും ദൂരം ഈ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൊണ്ട് പോകണ എന്തിനാണ്? ഉള്ളതിന് ആവശ്യമില്ലാത്തതിന് ഇവിടെ തന്നെ കളഞ്ഞിട്ട് പൊയ്ക്കൂടി. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? ആവശ്യമുള്ള നൈട്രോജനസ് ബേസസ് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയും. അപ്പൊ അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതിൽ ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ മനസ്സിലായി കാണും. അത് mRNAയിൽ നമ്മൾ ആ ട്രാൻസ്ക്രിപ്ഷൻ ആ ഒരു കോപ്പി നടക്കാൻ നേരത്ത് നമ്മുടെ പ്രൈമേസ് വെച്ച് 5' ഡയറക്ഷൻ കളിച്ച് കാണിച്ചു കൊടുക്കുന്ന ഫ്രാഗ്മെന്റ്സ് ആയിട്ട് ഉണ്ടാക്കി. പിന്നെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ എന്ന് പറയുന്നത് ഈ ലിഗേസിന്റെ ആ ഒരു ഗ്ലൂ ആയിട്ട് വരുന്ന സാധനങ്ങളും, പിന്നെ ആ വരുന്ന ചെറിയ ചെറിയ ഗ്യാപ്പിൽ വരുന്ന ഒരു അങ്ങനത്തെ സംഭവം, ഒരു സീലിംഗ് പോലെയൊക്കെ. അപ്പൊ അതൊക്കെയാണ് വേസ്റ്റ് ആയിട്ടിരിക്കുന്ന സ്ഥലങ്ങൾ. അതൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പം നമുക്ക് ഈ ആവശ്യമുള്ള, അതായത് ഈ ഡാർക്കൺ ഞാൻ ചെയ്തിരിക്കുന്ന ഇത്രയും ആവശ്യമുള്ള സാധനങ്ങളെയാണ് നമ്മൾ എക്സോൺസ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ആവശ്യമില്ലാത്ത ഈ സാധനങ്ങളെയാണ് നമ്മൾ ഇൻട്രോൺസ് എന്ന് പറയുന്നത്. സാധാരണ ഇത് തിരിഞ്ഞു പോവാറുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ആവശ്യമുള്ള സാധനമാണ് എക്സോൺസ്, ആവശ്യം ഇല്ലാത്തതാണ് ഇൻട്രോൺസ്. ആവശ്യമുള്ളത് എക്സോൺ, ആവശ്യമില്ലാത്തത് ഇൻട്രോൺസ്. അപ്പൊ ഇതിൽ ആവശ്യമുള്ള എക്സോൺസിനെ എടുത്തിട്ട് ബാക്കി ആവശ്യമില്ലാത്തതിനൊക്കെ എടുത്ത് കളയും. ആ ഒരു പ്രോസസ്സിന്, അങ്ങനത്തെ ഈ ആവശ്യമുള്ള എക്സോൺസിനെ എടുത്തിട്ട് ഇൻട്രോൺസിനെ കളയുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സ്പ്ലൈസിങ് എന്ന് പറയും. എന്തെന്ന് പറയും? സ്പ്ലൈസിങ് എന്ന് പറയും. നമ്മൾ ഈ എക്സോൺസിനെ എടുത്തിട്ട് ഇൻട്രോൺസിനെ കളയുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ സ്പ്ലൈസിങ് എന്ന് പറയും. അപ്പൊ സ്പ്ലൈസിംഗിൽ വരുമ്പോൾ എന്ത് ചെയ്യും? ഈ HRNAയുടെ സൈസ് കുറച്ച് കുറയുകയും ചെയ്യും. അപ്പൊ അതിന്റെ വെയിറ്റും കുറച്ച് കുറയാൻ ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇവിടെ ഈ 5' എൻഡിൽ ഒരു ക്യാപ്പും 3' എൻഡിൽ നമ്മളെ ഈ
അഡിനിൻ റെസിഡ്യൂസ് എന്ന് പറഞ്ഞാൽ അഡിനിൻ റെസിഡ്യൂസ് അഡിനിൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കുറച്ച് അഡിനിൻ വെച്ചിട്ടുള്ള ഒരു തേയിലും പിന്നെ നമ്മളെ മിഥൈൽ ഗ്വാനോസിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട്, അത് നമ്മളൊരു ഹെഡ് എന്ന് പറയുന്നത് നമ്മളെ 5' എൻഡ് ആണ്, ടെയിൽ എന്ന് പറയുന്നത് 3' എൻഡ് ആണ്. അപ്പൊ 3' എൻഡില് അഡിനിൻ വെച്ചിട്ടുള്ള കുറച്ച് അഡിനിന്റെ വെച്ചിട്ടുള്ള കുറച്ച് കോമ്പൗണ്ട്സ് അവിടെ കൊണ്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കും. മീഥൈൽ ഗ്വാനോസിനെ നമ്മളെ 5' എൻഡ് കൊണ്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കും. അപ്പൊ മീഥൈൽ ഗ്വാനോസ് ഇരിക്കുന്ന ഭാഗം അതിന് ഹെഡ് എന്നും, അതായത് കാണാൻ ഒരു ഹെഡ് പോലെ ഇരിക്കുന്നു, അതുകൊണ്ട് നമ്മൾ ഹെഡ് എന്ന് പറയുന്നത്. അല്ല വേറെ പ്രത്യേകിച്ച് നോക്കാവൊന്നുമില്ല. ഇത് ഒരു കുറെ അഡിനിൻ ഇങ്ങനെ വാല് പോലെ കിടക്കും, അതുകൊണ്ട് അതിന് ടെയിൽ എന്നും പറയും. അപ്പൊ ഇത്രേ ഉള്ളൂ ആ ഒരു ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്. അപ്പൊ നമുക്ക് ഉണ്ടാക്കേണ്ട പ്രോട്ടീനിന് കോഡ് ചെയ്യുന്ന mRNA, ഇതിപ്പോ mRNA, ഇത് HNRNA, HRNA ആയിരുന്നു, ഇത് HRNA, ഇതിപ്പോ mRNA. ഇതിനെയാണ് നമ്മൾ ഈ പ്രോസസ്സ് കഴിഞ്ഞ് കിട്ടുന്ന പ്രോഡക്റ്റ്, അതിനെയാണ് നമ്മൾ mRNA എന്ന് പറയുന്നത്. ആദ്യം ഉണ്ടായി വരുന്ന RNA നമ്മൾ HRNA എന്ന് പറയാം. അപ്പം ട്രാൻസ്ക്രിപ്ഷനിൽ നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കിയിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയാണ്. അപ്പൊ ഇതിന് ഇനി ശേഷമാണ് നമ്മുടെ ഈ mRNA സൈറ്റോപ്ലാസത്തിലോട്ട് പോയിട്ട് അവിടെ വെച്ച് ബാക്കി കാര്യങ്ങളൊക്കെ നടന്ന് നമ്മുടെ ട്രാൻസ്ലേഷൻ പ്രോസസ്സ് വഴി പ്രോട്ടീന് ഉണ്ടാക്കുന്നത്, പ്രോട്ടീനും ഹോർമോൺസും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ തീർന്നു. പിന്നെ ഇതില് കുറച്ച് ഒരു പോയിന്റ്, അതായത് കുറച്ച് RNAയുടെ പേര് അത് പഠിക്കാറുണ്ട്. അപ്പം അതും കൂടെ നോക്കിയിട്ട് ഒന്ന് അവസാനിപ്പിക്കാം. ഓക്കെ, കുറച്ച് RNA പോളിമറേസ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ല RNA പോളിമറേസ് സെൻസ്, അത് കുറച്ച് നോക്കാറുണ്ട്. അത് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ട RNA പോളിമറേസ് 1, അത് കഴിഞ്ഞിട്ട് RNA പോളിമറേസ് 2, RNA പോളിമറേസ് 3. അപ്പൊ ഇങ്ങനെ 3 RNA പോളിമറേസ് നമുക്ക് പഠിക്കാറുണ്ട്. ആദ്യത്തേത് RNA പോളിമറേസ് 1, രണ്ടാമത്തത് RNA പോളിമറേസ് 2, മൂന്നാമത്തത് RNA പോളിമറേസ് 3. ഇതില് ഇവർ ഏതൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ RNA പോളിമറേസ് 1 ആണ് 6 RNA ഉണ്ടാക്കുന്നത്. ഇതിനെ റൈബോസോമൽ RNA എന്നും പറയാറുണ്ട്. അതായത് ഈ RNA വെച്ചിട്ടാണ് നമ്മൾ റൈബോസോം ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ RNA പോളിമറേസ് 2 വെച്ചിട്ടാണ് നമ്മളെ കഥാപാത്രം. ഇപ്പൊ നമ്മൾ പറഞ്ഞ mRNA, നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ നമ്മൾ എടുത്ത് കൊണ്ടുവന്ന DNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ് 2 ആണ്. അപ്പൊ ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഞാൻ അവിടെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളത് തുടക്കത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ അടിക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പൊ ഇപ്പോഴും നിങ്ങളത് ഓർമ്മിച്ച് വെച്ചിരിക്കുക. RNA പോളിമറേസ് 2 ആണ്. ഇനി RNA പോളിമറേസ് 3 ആണ് 5S RNA ഉണ്ടാക്കും. പിന്നെ tRNA ഉണ്ടാക്കും. tRNA ആണ് നമ്മള് അമിനോ അസൈലേഷൻ ഒക്കെ ഒന്ന് ട്രാൻസ്ലേഷൻ പ്രോസസ്സിൽ പ്രോട്ടീൻസുമായിട്ട് പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നത്. നമുക്ക് അത് വരുമ്പോൾ പഠിക്കാം, ആ ഒരു പ്രോസസ്സ് വരുമ്പോൾ പഠിക്കാം, ട്രാൻസ്ലേഷൻ പ്രോസസ്സിൽ പഠിക്കാം. പിന്നെ വരുന്നത് SNRNA, സോറി, സ്മോൾ ന്യൂക്ലിയർ RNA. ഒന്ന് നോക്കട്ടെ. 5SR, ഓക്കെ, SNRNA. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. RNA പോളിമറേസ് 1 വന്നിട്ട് നമുക്ക്
സ്മോൾ 6 RNA തരുന്നുണ്ട്. പിന്നെ RNA പോളിമറേസ് 2 ആണ് നമുക്ക് mRNA, അതായത് ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സിൽ നമ്മൾ എടുക്കുന്ന RNA ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നത്. RNA പോളിമറേസ് 3 ആണ് 3 RNA, അതായത് 5S RNA, tRNA, snRNA അല്ലെങ്കിൽ സ്മോൾ ന്യൂക്ലിയർ RNA. ഇത്രയും RNA ഉണ്ട്. അപ്പൊ ഇത് ഇത്തിരി നോക്കിയിരിക്കണം, കാരണം വൺ വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ ഇതിന് ചോദിക്കാനുള്ള സാധ്യത ചാൻസസ് ഉണ്ട്. അപ്പം നിങ്ങളെ ബോർഡ് എക്സാമിനൊക്കെ ഇതിൽ നിന്നൊക്കെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് വരും, ചിലപ്പോൾ മിക്കവാറും വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് ആരും പെട്ടെന്ന് നോട്ട് ചെയ്യാത്ത പോയിന്റുകളാണ്. അപ്പൊ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്തോണം. അപ്പം ട്രാൻസ്ക്രിപ്ഷൻ ഇത്രയേ ഉള്ളൂ. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ട്രാൻസ്ലേഷൻ ആണ്. അപ്പൊ ട്രാൻസ്ലേഷൻ പ്രോസസ്സുമായി അടുത്ത വീഡിയോയിൽ, അടുത്ത ലെക്ചറിൽ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ. ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ യുവർ സ്റ്റഡീസ്. പ്രിപ്പയർ വെൽ ഫോർ ദി exam. All the best.